ഇഷ്ടപ്പെടുന്ന മേഖല അത് അധ്യാപക മേഖലയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റ് സർവീസിലുള്ളവർക്കൊന്നും ലഭിക്കാത്തൊരു ആദരവ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിക്കും നിങ്ങൾ ആലോചിക്കണം. മറ്റു സർവീസിലുള്ളവർക്ക് സർവീസ് കാലാവധി വരെ അവർക്ക് ലഭിക്കുന്ന ബഹുമാനം, ബഹുമതി, ആദരവ്, അംഗീകാരം സർവീസിന് പിരിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള സംശയമാണ്. അത് വളരെ എനിക്ക് തോന്നുന്നില്ല, കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. മറിച്ച് നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങളുടെ ശിക്ഷാസമ്പത്തിനെ കാണാൻ സാധിക്കും, ജനങ്ങളെ കാണാൻ സാധിക്കും. ഒരു അധ്യാപകൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനം അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ആ സൽപ്രവൃത്തിയുടെ ഒരു സമ്പാദ്യമായി ഞാനതിനെ കാണുകയാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ ലഭിക്കുന്ന നിങ്ങളുടെ ആദരവ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള സേവനം, മഹനീയമായ സേവനം ഈ സമൂഹം എന്നും ഓർക്കുമെന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രംഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് സംഭാവന ചെയ്യാൻ കഴിയും, അത് ചെയ്യാൻ കൂടി നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാരണം. യാത്രയപ്പ് സമ്മേളനമല്ല ഇത്, മറിച്ച് നിങ്ങളെ ഈ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിലേക്കുള്ള ഒരു സ്വീകരണത്തിൻ്റെ ഒരു ചടങ്ങ് കൂടിയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങൾ തീർച്ചയായും ഈ കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അതുകൂടി നിങ്ങൾ തീർച്ചയായും ഈ സംഘടന കേരളത്തുടനീളം യാത്ര ചെയ്ത് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കി കാലഭേദമന്യേ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തായിരിക്കണം നമ്മുടെ കരിക്കുലം, അത് തീർച്ചയായും ഈ സംഘടനയുടെ നിർദ്ദേശങ്ങളായി നാളെ ഭാവിയിൽ സംസ്ഥാന ഭരണകൂടത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കൂടി നിങ്ങൾ അതിന്റെ ചുമതല ഏറ്റെടുക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. എവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്, എവിടെയാണ് ന്യൂനതകൾ ഉള്ളത്, എവിടെയാണ് പാളിച്ചകൾ ഉള്ളത്, അത് കണ്ടെത്തി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു അടിച്ചു പണിയുടെ സമയമായിരിക്കുന്നു എന്നോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ചർച്ചകൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി